നമസ്കാരം മക്കളെ, ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫ്രേസസ് ആൻഡ് ഇഡിയംസ് ആണ് നോക്കുന്നത്. അപ്പം ആദ്യമായി പറയുന്നത് ബാക്ക് ടു സ്ക്വയർ ഓൺ. ബാക്ക് ടു സ്ക്വയർ ഓൺ എന്ന് വെച്ചാൽ ബാക്ക് ടു ദ ബിഗിനിങ് ഓർ ടു സ്റ്റാർട്ട് അഗെയിൻ. അതായത് ആദ്യം മുതലേ തുടങ്ങുക. അതായത് നമ്മൾ എവിടെ നിന്നാണോ തുടങ്ങിയത് ആ സ്ഥലത്ത് നിന്ന് തന്നെ വീണ്ടും തുടങ്ങുക എന്നൊരു ഉദ്ദേശമാണ് ബാക്ക് ടു സ്ക്വയർ ഓൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായി പറയുന്നത് ബേക്കേഴ്സ് ഡസൻ ആണ്. ബേക്കേഴ്സ് ഡസൻ എന്ന് പറഞ്ഞാൽ 13 ആണ്. സാധാരണ എപ്പോഴും ഡസൻ എന്ന് പറഞ്ഞാൽ 12 എണ്ണമാണ്. ബേക്കേഴ്സ് ഡസൻ എന്ന് പറഞ്ഞാൽ 13 എണ്ണം ആണ്. അതായത് 13 എണ്ണത്തിനെയാണ് ബേക്കേഴ്സ് ഡസൻ എന്നറിയപ്പെടുന്നത്. ബാഗ് ആൻഡ് ബാഗേജ്. ബാഗ് ആൻഡ് ബാഗേജ് മീൻസ് വിത്ത് ഓൾ ബിലോങ്ങിങ്സ്. അതായത് മുഴുവനായിട്ടുള്ള കാര്യങ്ങളാണ് എന്താണ് ബാഗ് ആൻഡ് ബാഗേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബീറ്റ് എബൌട്ട് ദ ബുഷ്. ബീറ്റ് എബൌട്ട് ദ ബുഷ് കൊണ്ട് അർത്ഥമാക്കുന്നത് സേ സംതിങ് ഇൻ എ റൗണ്ട്. അതായത് ഈ കാർഡ് അടച്ച് വെടിവെക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതാണ് ബീറ്റ് എബൌട്ട് ദ ബുഷ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായി പറയുന്നത് ബിഹൈൻഡ് ദ ബാർസ്. ബിഹൈൻഡ് ദ ബാർസ് കൊണ്ട് ഉദ്ദേശമാക്കുന്നത് ഇൻ എ ജയിൽ. അതായത് എന്താണ് അടയ്ക്കപ്പെട്ട അവസ്ഥയാണ് എന്താണ് ബിഹൈൻഡ് ദ ബാർസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അടുത്തതായി പറയുന്നത് ബിറ്റ്വീൻ ദ ഡെവിൽ ആൻഡ് ദ ഡീപ്പ് സീ. അതായത് കടലിനും ചെലുത്താനും ഇടയ്ക്കെന്നൊക്കെ പറയുന്നത്. അതായത് ബിറ്റ്വീൻ ടു ഡേഞ്ചേഴ്സ്, രണ്ട് ഡേഞ്ചറിന്റെ നടുവിലായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ബിറ്റ്വീൻ ദ ഡെവിൽ ആൻഡ് ദ ഡീപ്പ് സീ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തതായി പറയുന്നത് ബ്ലാക്ക് ഷീപ്പ്. ബ്ലാക്ക് ഷീപ്പ് എന്ന് പറഞ്ഞാൽ ഓൺ ഹൂ ബിട്രേസ് ഹിസ് അസോസിയേറ്റ്സ്. അതായത് കൂടെ നിൽക്കുന്നവരെ ചതിക്കുന്ന ഒരു വ്യക്തിയാണ് ബ്ലാക്ക് ഷീപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നല്ല രീതിയിൽ മുമ്പോട്ട് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് പെട്ടെന്നൊരു സാഹചര്യത്തിൽ അവരറിയാതെ അവരെ ചതിക്കുന്ന ഒരു വ്യക്തിയാണ് ബ്ലാക്ക് ഷീപ്പ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായി പറയുന്നത് ബോൾട്ട് ഫ്രം ദ ബ്ലൂ. ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്ടഡ് ബ്ലോ ഓർ ഡിസാസ്റ്റർ. അതായത് പെട്ടെന്നുണ്ടാവുന്ന ഒരു സംഗതിയാണ് ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറയുന്നത്. അതായത് പെട്ടെന്നുണ്ടാവുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം, നമ്മൾ പ്രതീക്ഷിക്കാതെ പെട്ടെന്നുണ്ടാവുന്ന ഒരു സാഹചര്യത്തെയാണ് ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായി പറയുന്നത് ബോൺ ഓഫ് കണ്ടൻഷൻ ആണ്. ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറഞ്ഞാൽ കോസ് ഓഫ് കാറൽ. അതായത് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ കാരണമാകുന്ന ഒരു ഇതിനാണ് എന്താണ് ബോൺ ഓഫ് കണ്ടൻഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ബേൺ ദ കാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ്. അതായത് ബേൺ ദ കാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പെൻഡ് ലാവിഷ്ലി. അതായത് അധികമായി ചെലവാക്കുക അല്ലെങ്കിൽ ആഡംബരമായി ജീവിക്കുക എന്നൊക്കെ ഒരു അർത്ഥമാണ് ബേൺ ദ കാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു മെഴുകുതിരിയുടെ രണ്ട് ഭാഗം കത്തിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അത് പെട്ടെന്ന് ഉരുകി തീരത്തില്ലേ. അപ്പൊ അതിനെയാണ് സ്പെൻഡ് ലാവിഷ്ലി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തായി പറയുന്നത് ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ. അതായത് വർക്ക് ഓർ സ്റ്റഡി ലേറ്റ് ഇൻ ടു ദ നൈറ്റ്. അതായത് ഇപ്പം പഠിക്കുകയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക്, അതായത് രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നതിനാണ് ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന് പറയുന്നത്. അടുത്തതായി പറയുന്നത് ബൈഡ് വൺസ് ടൈം ആണ്. ബൈഡ് വൺസ് ടൈം മീൻസ് വെയിറ്റ് പേഷ്യന്റ്ലി. അതായത് സമാധാനപരമായിരിക്കുന്നതിനാണ് ബൈഡ് വൺസ് ടൈം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുപോലെ അടുത്ത ഫ്രേസസ് മീഡിയംസ് ആയിട്ട് ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും.